ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു പോഷിയായി തീരുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ, മഞ്ഞിൽ കൊളുത്തിയ ദീപമാകാൻ. നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ, മഞ്ഞിൽ കൊളുത്തിയ ദീപമാകാൻ. നിന്ന പരിഹാസം ഏറ്റുവാങ്ങിപ്പോലും നിൻ ദിവ്യവചനത്തിൻ സാക്ഷിയാകാൻ. നിന്നെ പാരിനു നൽകുവാനായി ഇനി ഭാരങ്ങളെന്തും ചുമക്കാം. നിന്നെ പാരിനു നൽകുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാൻ എത്രയേറെ പാടുപെട്ടു. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാൻ എത്രയേറെ പാടുപെട്ടു. പാപച്ചുഴികളിൽ താഴാതിരിക്കാൻ ഞാൻ എത്രയേറെ നോമ്പു നോറ്റു. നിന്റെ സുവിശേഷം പാടുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. നിന്റെ സുവിശേഷം പാടുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം മുതൽ, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവൻ ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവുകൂടാതെ നടത്തുന്നത് തന്നെ. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സ്നേഹിതരെ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന ചിന്തയോടുകൂടി ദൈവത്തിൻ്റെ വേല ചെയ്യാൻ നാം മുന്നോട്ട് വരണം. എൻ്റെ മേൽ ദൈവികമായ നിർബന്ധമുണ്ട്. വലിയൊരു ഉത്തരവാദിത്വം എൻ്റെ തലമേൽ കർത്താവ് തന്നിരിക്കുന്നു. മരണത്തിന് നിയമിക്കപ്പെട്ടിരിക്കുന്നവരെ വിടുവിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കൊലയ്ക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിത്യയാതനയിലേക്ക് പൈശാചികൻ ചങ്ങലയിട്ട് കൊണ്ടുപോകുന്നവരെ വിടുവിച്ച് സ്വർഗരാജ്യത്തിൻ്റെ സ്നേഹോഷ്മളമായ സന്തോഷ സതിരിൽ എത്തിക്കുവാനാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവേ, ഞാനിതാ നിർബന്ധം ഏറ്റെടുക്കുന്നു. ഇതാണ് സുവിശേഷത്തിൻ്റെ കാതൽ, ഇതാണ് സുവിശേഷത്തിൻ്റെ പ്രേരക ശക്തി. ക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ മേലൊരു നിർബന്ധം കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. കർത്താവ് പരശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് യോർദാനാറ്റിൻ്റെ പക്കത്തേക്ക് നീങ്ങി. യോർദാൻ്റെ തീരത്തുകൂടെ നടന്നു. അന്ന് യോഹന്നാൻ സ്നാപകൻ യോർദാനിൽ അനേകർക്ക് മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ യേശു നടന്നു പോകുന്നത് കണ്ടുകൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരുന്ന സ്നാപക യോഹന്നാൻ പ്രസംഗം നിർത്തി. യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവർ എന്തുകൊണ്ടാണ് സ്നാപകൻ പ്രസംഗം നിർത്തിയതെന്ന് മനസ്സിലാകാതെ നോക്കി നിന്നു. ഉടനെ അദ്ദേഹം നടന്നു പോകുന്ന യേശുവിനെ വിരൽ ചൂണ്ടി, ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ ഇത് പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ്റെ അടുത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി കൂടെ ഉണ്ടായിരുന്ന 2 പേര്, ഒരാളുടെ പേര് അന്ത്രയോസ് എന്നാണ്, വേറൊരാളുടെ പേര് യോഹന്നാൻ എന്നാണ്. ഈ 2 പേര് അവർ ഈ യേശുവിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി. യേശു മന്ദം നടന്ന് നീങ്ങുകയാണ്. അവർ അല്പം വേഗം നടന്ന് യേശുവിൻ്റെ ഒപ്പം എത്തി. യേശു തിരിഞ്ഞു നോക്കി. ആ മൃദുലമോഹനമായ മുഖത്തു നിന്ന് സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുഞ്ചിരി വിടർന്ന് കർത്താവ് അവരോട് സംസാരിച്ചു. നിങ്ങൾ എന്താ അന്വേഷിക്കുന്നു? എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഗുരു, നീ എവിടെ പാർക്കുന്നു? കർത്താവ് പറഞ്ഞു, വന്ന് കാൺമീൻ. വരാമല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ. വന്ന് കാൺമീൻ, കം ആൻഡ് സീ. വന്ന് കാൺമീൻ. അവർ യേശുവിൻ്റെ കൂടെ പോയി. വേദപുസ്തക പ്രകാരം പറയുമ്പോൾ ഒരു 10-ാം മണി നേരമാണെന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു 4 മണി സമയം. വൈകുന്നേരം ഒരു 4 മണി സമയം, 10-ാം മണി നേരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ യേശുവിൻ്റെ കൂടെ പോയി. എവിടെ പാർക്കുന്നത് പറയാൻ യേശുവിന് പ്രത്യേകം പാർപ്പിടമില്ല. ഗുരു, നീ എവിടെ പാർക്കുന്നു ചോദിച്ചാൽ ഒരു പ്രത്യേക അഡ്രസ്സ് പറയാനില്ല. ഇന്നടത്താണ് ഞാൻ പാർക്കുന്നതെന്ന് പറയാൻ യേശുവിനില്ല. ഒലിവുമലയിലെ ആ മലഞ്ചെരിവിലുള്ള ഗുഹയ്ക്കുള്ളിൽ ഒരു പാറ തലണിയായി വെച്ചുകൊണ്ട് കിടക്കുകയാണോ? അവിടെയാണോ സാധാരണ കർത്താവ് കിടക്കാറ്? അതോ കർത്താവ് അലഞ്ഞ് ഖഫർനഹൂമിലെ ആ പെരുവഴിയിലൂടെ സഞ്ചരിക്കുകയാണോ? ബേത്സയിലെ മലഞ്ചെരിയിലൂടെ നടക്കുകയാണോ?
എവിടെയാണ് കർത്താവ് സഞ്ചരിക്കുക, എവിടെയാണ് ഉറങ്ങുക, കർത്താവിന് എവിടെയാണ് ഉറങ്ങുക എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ പ്രത്യേകം സ്ഥലമില്ല. അപ്പോൾ അന്ന് രാത്രി ആ ഒലിവുമലയുടെ ചെരുവിലുള്ള ഗുഹയ്ക്കുള്ളിൽ യേശു കടന്നിരുന്നു. യേശുവിൻ്റെ പാദപീഠത്തിലെങ്കിലും രണ്ടുപേരും ഇരുന്നു. അന്നത്തെ ആ ദിവസം അവർക്ക് മറക്കാനാവില്ല. യോഹന്നാനുണ്ട്, സെബദിയുടെ മകനായ യോഹന്നാനുണ്ട്, കവർന്നഹൂമിലെ ബേത്സയിദയുടെ ഭാഗത്തുള്ള യോഹന്നാനുണ്ട്, അന്ത്രയോസുണ്ട്. അവരൊരു നാട്ടുകാരാണ്, ഒരേ നാട്ടുകാരാണ്, ഒരേ തൊഴിൽ ചെയ്യുന്നവരാണ്. യോഹന്നാനും അതേ അന്ത്രയോസും അതേ മുക്കുവത്തൊഴിലാളികളാണ്. അവരാണ് ഇപ്പോൾ അന്ന് ആ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നത്. യേശു അവരോട് എന്തെല്ലാമോ സംസാരിച്ചു. അവർക്ക് എന്തെല്ലാമോ സംശയമുണ്ടായിരുന്നു. ഒന്നൊന്നായി അവർ യേശുവിനോട് സംസാരിച്ചു. യേശു അവരോട് സംസാരിച്ചു. ഹൃദ്യമായൊരു സംഭാഷണം. രാത്രിയുടെ സമയങ്ങൾ പോയത് അറിഞ്ഞില്ല. അല്പം പോലും ഉറക്കച്ചടവ് തോന്നിയില്ല. സംസാരിച്ച് ഇരുന്നപ്പോൾ അവരുടെ ഹൃദയത്തിനേതോ ഒരു നവോന്മേഷം, പുതിയൊരു ചൈതന്യം അവർക്ക് ലഭിച്ചു. പിറ്റേന്ന് രാവിലെ ഒരു പുത്തൻ ചൂടുമായിട്ടാണ് അവർ പുറപ്പെട്ടത്. പുതിയ ഉന്മേഷമായിട്ടാണ് പുറപ്പെട്ടത്. അന്ത്രയോസ് ചെന്നു സഹോദരനായ ശീമോനെ വിളിച്ചു. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ആ യേശുവിൻ്റെ പാദപീഠത്തിലിരുന്നു. ഞങ്ങൾ യേശുവിൻ്റെ വചനം കേട്ടു. എന്തൊന്നില്ലാത്ത സന്തോഷം ഞങ്ങൾക്ക് ലഭിച്ചു പറഞ്ഞു. ശീമോനെ കൂട്ടിക്കൊണ്ടുവന്നു. ശീമോൻ വന്ന് തൻ്റെ മുമ്പിൽ നിന്ന ഉടനെ യേശു പറഞ്ഞു, നീ ശീമോനാകുന്നു, നീ പത്രോസ് ആകും. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന ഉടനെ കർത്താവ് പറഞ്ഞു, നീ ഇപ്പോൾ ശീമോനാണ്, നിൻ്റെ പേര് ശീമോൻ എന്നാണ്, നീ പത്രോസ് ആകും. നീ പാറ പോലെ ഉറപ്പുള്ളവനാകും. നീ ഒരു ചഞ്ചല ഹൃദയനാണ്. നീ തൽക്കാലം ഒരു ഭീരുവാണ്. എന്നാൽ നിൻ്റെ ഒരു വരും കാലം പറയാം. വരുന്ന കാലം നീ പാറ പോലെ കെട്ടുറപ്പുള്ളവനായി തീരാൻ പോകുന്നു. യേശു പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ പൊരുളൊന്നും പത്രോസിന് അത്ര കണ്ട് മനസ്സിലായില്ല. അത് കഴിഞ്ഞു യോഹന്നാൻ ചെന്നു തൻ്റെ സഹോദരനായ യാക്കോവിനെ വിളിച്ചുകൊണ്ട് വന്നു. യാക്കോവും വന്നു. ഈ യേശുവിൻ്റെ പാദപീഠത്തിൽ വന്നു. ഒരു സന്തോഷം ലഭിച്ച സന്തോഷം പങ്കുവെച്ചു. മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടി. അന്ത്രയോസ് ശീമോനെ വിളിച്ചു കൊണ്ടുവന്നു. പത്രോസിനെ ശീമോനെ വിളിച്ചു കൊണ്ടുവന്നു. യോഹന്നാൻ യാക്കോവിനെ വിളിച്ചു കൊണ്ടുവന്നു. യേശു നടന്നു നീങ്ങി. അപ്പോഴുണ്ട് ബെത്സയിദക്കാരനായ ഫിലിപ്പോസിനെ യേശു കണ്ടു. നാം വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ്. 1-ാം അധ്യായം 43-ാം വാക്യം. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. യേശു ഫിലിപ്പോസിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു, നീ എൻ്റെ പിറകെ വരിക, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബേത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് യേശുവിനെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു വലിയ സന്തോഷം ഫിലിപ്പോസിന് കിട്ടി. യേശുവിൻ്റെ സാന്നിധ്യം കിട്ടിയപ്പോൾ യേശുവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ സുഖം ഫിലിപ്പോസിൻ്റെ ഹൃദയത്തിൽ ചലനമുളവാക്കി. ഒരു പ്രത്യേക ശാന്തി ലഭിച്ചു, പ്രത്യേക സമാധാനം ലഭിച്ചു, ഇതുവരെ അനുഭവിക്കാത്തൊരു സുഖം ലഭിച്ചു. ഫിലിപ്പോസ് എന്ന് കൂട്ടുകാരനായ നഥനയേലിനെ വിളിച്ചു. നഥനയേലിനോട് പറഞ്ഞു, അത് തന്നെ പറഞ്ഞു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിൻ്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ പറഞ്ഞു, നീ എന്താ ഈ പറയുന്നത്? നസറേത്തിലോ, ആ കുഗ്രാമത്തിലോ, ഒരു പരിഷ്കാരവുമില്ലാത്ത, ഒരു സംസ്കാരവുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത ആ കൊച്ചു നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമെന്നാണോ നീ പറയുന്നത്? അവിടെ നിന്ന് എന്ത് മേന്മ കിട്ടാനാണ്? ആ ദേശം ഒരു ശാപയോഗ്യമായ ദേശമല്ലേ, വിലകെട്ട ദേശമല്ലേ? നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ആദ്യം ഈ നഥനയേലിന് ഒരു അവിശ്വാസമാണ് വന്നത്. കേട്ടപ്പോൾ ഒരു അവിശ്വാസമാണ് വന്നത്. ഉടനെ ഫിലിപ്പോസ് പറഞ്ഞത് എന്താണ്?
അതിനെക്കുറിച്ചൊക്കെ പറയാൻ വിശദീകരിച്ച് തരാൻ എനിക്കറിയാൻ പാടില്ല. എനിക്ക് കൂടുതൽ വിശദീകരിച്ച് തരാൻ അറിയാൻ പാടില്ല. നീ വന്നാൽ നിനക്കും അനുഭവിക്കാം. വന്ന് ഈ യേശുവിനെ കണ്ടാൽ, ആ നസ്രായൻ്റെ അരികത്ത് നീ വന്നാൽ നിനക്കും അനുഭവിക്കാം. സുവിശേഷ വേലയുടെ പടവുകളായി പറയുന്നത്. സുവിശേഷ വേലയുടെ പടികൾ. പ്രസംഗിക്കണമെന്നില്ല, വൻകാര്യം പറയണമെന്നില്ല, വലിയ വേദസാരം പ്രഖ്യാപിക്കണമെന്നില്ല, പാണ്ഡിത്യം പറയണമെന്നില്ല, മഹാജ്ഞാനം പ്രസ്താവിക്കണമെന്നില്ല. വന്നാൽ നിനക്കും കാണാം. ഞാനൊരു സന്തോഷം അനുഭവിച്ചു, ഒരു പ്രത്യേക സുഖം അനുഭവിച്ചു. എനിക്ക് തന്നെ എന്താണെന്ന് വിവരിക്കാൻ അറിയാൻ വയ്യാത്തൊരു സുഖം ഞാൻ അനുഭവിച്ചു. ഇതുവരെ കിട്ടാത്തൊരു സന്തോഷം ഞാൻ അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, യേശുവിൻ്റെ സുവിശേഷം നാം അനുഭവിക്കാൻ തുടങ്ങിയാൽ ഇതുവരെ ലഭിക്കാത്ത സമാധാനം കിട്ടും. ഇതുവരെ കിട്ടാത്ത സമാധാനം, അത് വർണ്ണനാതീതമാണെന്ന് ഞാൻ പറയും. വാക്കുകൾക്ക് എത്തിപ്പിടിക്കാൻ വയ്യാത്തതാണെന്ന് ഞാൻ പറയും. അത് വിവരിക്കാൻ സാധ്യമല്ലാത്തതാണെന്ന് ഞാൻ പറയും. ഞാനത് അനുഭവിക്കുന്നൊരു സാധു മനുഷ്യനല്ലേ, അനുഭവിച്ചുകൊണ്ടല്ലേ ഞാനിത് പറയുന്നത്. ഈ യേശുവിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ വെറും മണ്ണാങ്കട്ടയായി പോയേനെ. യേശുവിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ വെറും പൂജ്യമായി പോയേനെ. ജീവിതത്തിന് അർത്ഥമുണ്ടായത് യേശു വന്നതുകൊണ്ടാണ്. ജീവിതത്തിന് വിലയുണ്ടായത് യേശു വന്നതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഡ്രസ്സ് ഉണ്ടായത് യേശു വന്നതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശു വന്നതുകൊണ്ടാണ് ഞാനിന്ന് ഒരു മനുഷ്യനായി നിൽക്കുന്നത്. എന്നേ അല്ലെങ്കിൽ നിരാശയുടെ പടുകുഴിയിൽ വീണുപോയേനെ, തകർന്ന് തളർന്ന് നശിച്ചു പോയേനെ, ജീവിത നൈരാശ്യത്തിൽപ്പെട്ട് ഉഴന്നു പോയേനെ, സ്വസ്ഥതയില്ലാതെ അലഞ്ഞു പോയേനെ, മനസ്സമാധാനം കെട്ട് ജീവിതമെന്നും വിഷാദ വിവശമായി തകർന്നു പോയേനെ, തളർന്നു പോയേനെ. ദൈവത്തിന് സ്തോത്രം. യേശു എന്ന അത്ഭുത പുരുഷൻ ഈ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. യേശു എന്ന ആ ദിവ്യ പുരുഷൻ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അവൻ്റെ ജീവിതത്തെ ഭാസുരമാക്കി, അവൻ്റെ ജീവിതത്തെ ചലനാത്മകമാക്കി, അവൻ്റെ ജീവിതത്തെ തുടിക്കുന്നതാക്കി തീർത്തു. അവൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം നിറയാൻ തുടങ്ങി. അവൻ്റെ സ്നേഹം എന്നെ ജ്വലിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ പാപസ്വഭാവങ്ങൾ കത്തിപ്പോകാൻ തുടങ്ങി. പാവപ്രകൃതികളും പാപവികാരങ്ങളും പാവവിചാരങ്ങളും പാവമോഹങ്ങളും എല്ലാം ഹൃദയത്തിൽ നിന്ന് പാടെ മാറാൻ തുടങ്ങി. ക്രിസ്തു എൻ്റെ ജീവിതത്തിന് ചുക്കാനേറ്റെടുത്തു. ക്രിസ്തു എൻ്റെ ജീവിതത്തിന് നിയന്ത്രണം ഏറ്റെടുത്തു. സഹോദരങ്ങളെ, ഫിലിപ്പോസ് നസറേയനോട് പറഞ്ഞു, മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. നസറത്തിൽ നല്ല നന്മയും വരുമോ? അയ്യോ, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടല്ലോ, അതിനെക്കുറിച്ചൊന്നും വിശദീകരിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ജസ്റ്റ് കം ആൻഡ് സീ, വന്ന് കാൺമീൻ. വരാമല്ലോ, നിനക്കും വരാമല്ലോ, നിനക്കും കിട്ടും ഒരു അനുഭവം. വന്നാൽ വരൂ, നിർമ്മത്സര ബുദ്ധിയോടെ, നിഷ്പക്ഷ മനോഭാവത്തോടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ വരൂ. വന്നാൽ നിനക്കും കിട്ടും ഒരനുഭവം. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയരുതോ? ഇത് നിങ്ങൾക്ക് ഓടി നടന്ന് പറയരുതോ? ഏത് വീട്ടിൽ ചെന്നാലും പറയരുതോ? കൂട്ടായ്മയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ, അയ്യോ ഞങ്ങൾക്ക് കൂട്ടായ്മയെക്കുറിച്ച് മറ്റു പറയാൻ അറിയാൻ പാടില്ല. ഈ യേശുവിനെക്കുറിച്ച് ചോദിച്ചാൽ, യേശുവിനെക്കുറിച്ച് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞുകൂടാ, തിയോളജി പറയാൻ അറിയാൻ പാടില്ല, വേദശാസ്ത്രം പറയാൻ പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. പിന്നെ വന്ന് കൂട്ടായ്മ യോഗത്തിലൊന്ന് വന്ന് നോക്ക്, വചനം ഒന്ന് കേട്ടു നോക്ക്, എന്താണ് പറയുന്നത്. ആരോടെങ്കിലും പൈസ പിരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാമല്ലോ. ആരോടെങ്കിലും പൈസ പിരിക്കുന്നുണ്ടോ? ആരോടെങ്കിലും സംഭാവന ചോദിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വരാമല്ലോ. എന്താണ് അവിടെ പറയുന്നത്? എന്താണ് പറയുന്നത്? സ്നേഹിതരെ, നല്ല സമാധാനത്തോടെ പറയട്ടെ, ഒരു വിഷയമേ പറയാനുള്ളൂ. ഒറ്റയ്ക്കൊരു വിഷയമേ പറയാനുള്ളൂ. ഏതാണ് വിഷയം? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോസ്തലൻ പ്രഖ്യാപിച്ചില്ലേ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ലേ? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കാൻ ഞാൻ ലോകജ്ഞാനം പ്രസ്താവിച്ചില്ല എന്ന് അപ്പോസ്തലൻ പറയും. പ്രസ്താവിക്കണമെങ്കിൽ ലോകജ്ഞാനം പറയാനൊക്കെയുള്ള കഴിവൊക്കെ അപ്പോസ്തലനുണ്ടായിരുന്നു. അന്നത്തെ ഗ്രീക്ക് ഫിലോസഫി പഠിച്ച ആളായിരുന്നു സെൻറ്റ് പോൾ. അന്നത്തെ യവന തത്വശാസ്ത്രം മുഴുവൻ ഗ്രഹിച്ച ആളായിരുന്നു. യവന തത്വചിന്തകനായിരുന്നു. ഒരറിയപ്പെട്ട ദാർശനികനായിരുന്നു. വലിയൊരു ഉയർന്ന ബിരുദമുള്ള ചെറുപ്പക്കാരനായിരുന്നു.
അന്നത്തെ ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ ഉയർന്ന ഡിഗ്രി സമ്പാദിച്ച പ്രൊഫസർ ഗമാലിയേലിൻ്റെ അരുമ ശിഷ്യനായിരുന്നു. വേണമെങ്കിൽ പറയാൻ വകയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, എൻ്റെ കർത്താവിൻ്റെ കുരിശ് വ്യർത്ഥമായി പോകാതിരിക്കാൻ ഞാൻ ലോകജ്ഞാനം പ്രസ്താവിച്ചില്ല. കൊരിന്തിലെ ബുദ്ധിജീവികൾക്ക് എഴുതുകയാണ്. കൊരിന്തിലെ ബുദ്ധിജീവികൾക്ക്, ഗ്രീസിലെ കോരിന്തിലുള്ള ബുദ്ധിജീവികൾക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായ വചനം, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയായ വചനം. സ്നേഹിതരെ, ഈ വചനം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ വചനം നാവിൽ വരച്ചു കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നാവിൻ്റെ അഗ്രത്തിൽ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ തീക്കട്ട വരച്ചു തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വചനത്തിൻ്റെ തീജ്വാല ഏറ്റുവാങ്ങിക്കൊണ്ട് നശിച്ചു പോകുന്ന ജനതയുടെ ഇടയ്ക്കിലേക്ക് ഓടിയിറങ്ങിച്ചെല്ലാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നഷ്ടപ്പെട്ടു പോകുന്ന സമൂഹത്തെ ഉണർത്താൻ ക്രിസ്തുവിൻ്റെ ദൈവശിഖയായി എരിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഒരു തിരിയായി കത്തി എരിഞ്ഞ് നിൽക്കണം, അങ്ങനെ എരിഞ്ഞെരിഞ്ഞ് തീരണം. നല്ലതാണ്. അപ്പോസ്തലൻ പറഞ്ഞു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നഥനയേൽ ഫിലിപ്പോസ് പറഞ്ഞത് കേട്ടു, വരിക, കാണുക, വന്ന് കാണുക. ഫിലിപ്പോസിന് അറിയാമെന്ന് പറഞ്ഞു, വന്ന് കാണുക. നഥനയേൽ വന്നു. അങ്ങ് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ യേശുദമ്പുരാൻ വിളിച്ചു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. സ്തോത്രം. അതെന്താ? ഹൃദയം കാണുന്നതിന് മുമ്പിലേക്കാണ് വരുന്നത്. ഉള്ളു മുഴുവൻ തുറന്ന് കാണുന്നതിന് മുമ്പിൽ, ഹൃദയവിചാരങ്ങൾ കാണുന്നതിന് മുമ്പിൽ, മനുഷ്യൻ്റെ അന്തർഭാഗം മുഴുവൻ തുറന്ന് കാണുന്നതിന് മുമ്പിൽ വരികയാണ്. നാം ഇപ്പോൾ കാണുന്നതല്ലേ കാണുന്നുള്ളൂ. അവനോ വർഷങ്ങൾക്ക് മുമ്പുള്ളതെല്ലാം അവൻ കാണുന്നു. ഇനി വർഷങ്ങൾക്ക് ശേഷമുള്ളതവൻ കാണുന്നു. ശീമോനെ കണ്ടപ്പോൾ നീ ശീമോനാകുന്നു, നീ പത്രോസ് ആകുമെന്ന് ഭാവികാലം പറഞ്ഞു. നഥനയേലിനെ കണ്ടപ്പോൾ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഭൂതകാലം പറഞ്ഞു. സ്തോത്രം. ഏതാ നിങ്ങൾക്ക് വേണ്ടത്? യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ഭാവി പറയും, ഭൂതകാലം പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലക്ഷണക്കാരൻ്റെ അടുക്കൽ പോകുമ്പോൾ പോകാനല്ല പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെട്ടു വരിക. നഥനയേൽ വന്നപ്പോൾ പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ. യാക്കോബ് ഇസ്രായേലായി മാറിയ ചരിത്രം അറിയാവുന്ന നഥനയേലിനോടാണ് കർത്താവ് പറയുന്നത്. യാക്കോബ് ഉപായിയായിരുന്നു, തന്ത്രശാലിയായിരുന്നു, സൂത്രശാലിയായിരുന്നു, ദ്രവ്യാഗ്രഹിയായിരുന്നു. അവൻ സഹോദരനെ ചതിച്ചവനായിരുന്നു, ഉപായത്താൽ സഹോദരനെ കുടുക്കിയവനായിരുന്നു. അങ്ങനെയുള്ള യാക്കോബ് ദൈവത്തിൻ്റെ പ്രഭുവായി ഇസ്രായേലായി മാറി. അത് വെച്ചുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. കപടമുള്ള യാക്കോബ് കപടമില്ലാത്ത ഇസ്രായേലായി മാറിയതുപോലെ ഇവൻ്റെ ഹൃദയം സാക്ഷാത്തായ കാപട്യമില്ലാത്ത വിശുദ്ധ ഹൃദയമാണ് എന്ന് യേശു ഉള്ളു കണ്ട് പറഞ്ഞു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്തുണ്ടായി? ഉടനെ നഥനയേൽ ചോദിച്ചു, ഗുരു ക്ഷമിക്കണം, എന്നെ എവിടെ വെച്ചാൽ അറിയുന്നേ? നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടാണല്ലോ അങ്ങ് കാണുന്നത്. അങ്ങ് എന്നെ കണ്ടതായിട്ട് എനിക്ക് അറിവില്ലല്ലോ. നമ്മൾ എവിടെ വെച്ചാൽ പരിചയം? നീ എന്നെ എവിടെ വെച്ചറിയും? ഉടനെ പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുൻപ് അത്തിയുടെ കീഴിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നഥനയേലിനെ യേശു കണ്ടിരുന്നു. ദൈവവൈതലേ, എനിക്ക് ഈ സമയത്ത് നിന്നോടൊരു വാക്ക് പറയാനുണ്ട്. നിന്നെ ദൈവം കാണുന്നുണ്ട്. ഇന്നല്ല, ഇന്ന് കാണുന്നുണ്ട്. നിന്നെ ദൈവം കാലങ്ങൾക്ക് മുൻപേ കണ്ടതാണ്. അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ദൈവം നിന്നെ കണ്ടതാണ്. നിൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ നീ രൂപപ്പെട്ടു വരുന്നതിന് മുൻപേ ദൈവം നിന്നെ കണ്ടതാണ്. കുഞ്ഞെ, ദൈവം നിന്നെ വിളിച്ചതാണ്. മോളെ, ദൈവം നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചതാണ്. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പുഴുവായി യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ നിൻ്റെ അരമുറുക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്നെ ദൈവം മുന്നമേ എല്ലാം ക്രമീകരിച്ച് നിന്നെ തിരഞ്ഞെടുത്ത് നിന്നെ ഒരുക്കി നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സാധ്യതകളാണ് നിന്നെക്കുറിച്ച് ദൈവം കാണുന്നത്. വലിയ പ്രതീക്ഷകളാണ് നിന്നെക്കുറിച്ച് ദൈവം പുലർത്തുന്നത്. വൻ കാര്യങ്ങളാണ് ദൈവം നിന്നിൽ വെച്ചിരിക്കുന്നത്. മകനെ, നീ ഇന്ന് ദുഃഖിതനാണ്,
മകളെ, നീ ഇന്ന് രോഗിയാണ്, നീ അവശയാണ്. നിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു പോയതിൽ നീ ഏകാഗിയായി വേദനിച്ച് കഴിയുകയെന്നവളാണ്. മോനെ, നിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വിട്ടുപോയതിൽ നീ ദുഃഖിച്ച് ആകുലനായി ഏകാന്തതയിൽ നീ ഏങ്ങലടിക്കുന്നവനാണ്. നിനക്ക് രോവന കുഞ്ഞിനെ കിട്ടാത്തതിൽ നീ സങ്കടപ്പെട്ട് കരയുന്നവളാണ്. മോനെ, നിനക്കൊരു തൊഴിലില്ലാത്തതുകൊണ്ട്, വരുമാന മാർഗമില്ലാത്തതുകൊണ്ടും, കടം പെരുകുന്നതുകൊണ്ട് നീ വീർപ്പ് മുട്ടി നെടുവീർപ്പിട്ട് വലയുന്നവനാണ്. എങ്കിൽ കുഞ്ഞെ, നിന്നോട് പറയട്ടെ, നിന്നെ കാണുന്നവൻ, നിന്നെ അറിയുന്നവൻ, നിന്നെ സ്നേഹിക്കുന്നവൻ അവൻ നിൻ്റെ അരികത്തേക്ക് വരികയാണ്. ഇന്ന് അവൻ നിൻ്റെ ഹൃദയം കണ്ട് നിന്നോട് പറയുകയാണ്, ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നഥനയേൽ ഉടനെ പറഞ്ഞു, ഗുരു, നീ ദൈവപുത്രൻ. നഥനയേൽ പറയുകയാണ്, നീ ദൈവപുത്രൻ, നീ റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. ഹൃദയം കാണുന്നതിന് മുമ്പിൽ വന്നാൽ അവൻ ദൈവപുത്രനാണ് തിരിച്ചറിയും, അവൻ ഇസ്രായേൽ രാജാവാണ് തിരിച്ചറിയും. തലചായ്പാൻ ഇടമില്ലെങ്കിലും ഇവൻ ഇസ്രായേൽ രാജാവാണെന്ന് മനസ്സിലാക്കും. ഇന്ന് ആർക്കും വേണ്ടാത്തവനാണെങ്കിലും അവൻ രാജാതിരാജാവായി അവൻ വീണ്ടും വരുന്നവനാണെന്ന് മനസ്സിലാക്കും. അവൻ്റെ മുമ്പിലാണ് ദൈവവൈദ്യലേ നീ ഇപ്പോൾ വന്നിരിക്കുന്നത്. അവൻ്റെ തിരുസന്നിധിയിലാണ് നീ മുട്ടുമടക്കിയിരിക്കുന്നത്. അവനെയാണ് നീ വിളിക്കുന്നത്, അവനാണ് നിന്നെ വിളിക്കുന്നത്. അവൻ്റെ മുമ്പിലാണ് നീ മുട്ടുമടക്കിയിരിക്കുന്നത്. അവന് നിന്നോട് കാര്യങ്ങൾ പറയാനുണ്ട്, അവൻ നിന്നോട് ഏറെ സംസാരിക്കാനുണ്ട്, അവന് നിൻ്റെ ഹൃദയത്തെ ഉണർത്താനുണ്ട്, അവന് നിന്നെ പുതിയ വേല ഏൽപ്പിക്കാനുണ്ട്, പുതിയ അനുഗ്രഹങ്ങൾ നിനക്ക് തരാനുണ്ട്, പുതിയ സമാധാനം നിന്റെ മേൽ പകരാനുണ്ട്. നിന്റെ കുടുംബത്തെ അവന് വാഴ്ത്തണമെന്നുണ്ട്, നിന്റെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരണമെന്നുണ്ട്. നീ അവനെ ക്ഷണിക്കുക, നിന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക, അവനെ നീ വിളിക്കുക, അവനായി നിന്റെ ജീവിതം വേർതിരിക്കുക, അവനോട് വാക്ക് പറയുക. ഉടയവനേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. യേശുവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. പ്രാർത്ഥിപ്പീൻ, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കരുണയുള്ള കർത്താവേ, ഈ അനുഗ്രഹീയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ മേൽ തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിനായി സ്തോത്രം. വെള്ളപ്രാക്കൾ ചിറകടിച്ച് പറന്നു വരുന്നതിനായി സ്തോത്രം. നിന്റെ മക്കളുടെ തലയ്ക്ക് മീതെ വെള്ളപ്രാക്കൾ വട്ടമിട്ട് പറക്കുന്നതിനായി സ്തോത്രം. ഹൃദയം തുറക്കുന്ന ഹൃദയത്തിലേക്ക് സ്വർഗീയ പ്രാവ് ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. സ്വർഗത്തെ തീക്കൽ ഓരോരുത്തരെയും സ്പർശിക്കുന്നതിനായി സ്തോത്രം. രോഗബാധകൾ അകലുന്നതിനായി സ്തോത്രം. പാവബന്ധനങ്ങൾ അഴിയുന്നതിനായി സ്തോത്രം. പൈശാചിക ബാധകൾ നീങ്ങുന്നതിനായി സ്തോത്രം. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കണമേ. മഹത്വം രക്ഷകൻ എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.